ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്. നാടൻ ബിരിയാണിയിൽ കുറച്ച് ഡിഫറെൻ്റാണ് ഈ ഒരു ബിരിയാണി. മസാല വഴറ്റുക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക അങ്ങനത്തെ ഒരു പണിയും ഇതിലില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 8 പീസ് ഗാർലിക്കും 2 ചെറിയ പീസ് ജിഞ്ചറുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് സാദാ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. ഇവിടെ ഞാൻ സാദാ ഗരം മസാലയാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യുന്ന ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് സ്പെഷ്യലായിട്ട് അവർ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷാജീരകം. ഇവിടെ ഞാൻ ഷാജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം പുളിയില്ല തൈരാണ് എടുക്കുന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് നടുമുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, രണ്ടും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് ഓണിയൻ. ഇവിടെ ഞാൻ 1.5 ഓണിയൻ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഞാൻ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടിയൊന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ആവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഒന്ന് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബേ ലീഫ്, 4 കരയാമ്പൂ, 3 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂണ് ഷാജീരകം. പിന്നെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം ഒരു 85% മാത്രം കുക്കായി മതി. ബാക്കിയുള്ളത് നമ്മൾ ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളും. അപ്പോൾ അത് 85%ഓളം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റാനായിട്ട് വെക്കാം. ഇപ്പോൾ മസാലയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലത്തെ മസാലയിലത്തെ ഒരു ഹാഫ് മസാല ഞാൻ കുറച്ച് എടുത്ത് മാറ്റുകയാണ് നമുക്ക് ലെയറായിട്ട് ദം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയിൽ ഞാൻ കുറച്ച് ഷാജീരവും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ആ ഒരു മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഗീയുടെ അളവൊക്കെ നിങ്ങളിഷ്ടം പോലെ ചേർത്തിയാൽ മതി. അപ്പോൾ കുറച്ച് നല്ല ഗീയൊക്കെ ആകുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് പാലും അതുപോലെ തന്നെ കുങ്കുമവും കൂടെ മിക്സ് ചെയ്തതാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല വീണ്ടും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും റൈസും അതുപോലെ തന്നെ ഗരം മസാല, പുതിന, ഓണിയൻ ഫ്രൈ ചെയ്തത്, ഗീ എല്ലാതും ഇട്ടിട്ട് വീണ്ടും നമ്മൾ ലെയർ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൈസ് കഴിയുന്നവരെ അങ്ങനെ തന്നെ നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട്
ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം ഇത് ദമ്മാവാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഈ ഒരു ബിരിയാണിയുടെ പാത്രം വെക്കാവുന്നതാണ്. അപ്പോൾ അടി കരിയാതെ കിട്ടും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിയട്ടെ, അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഫോയിൽ പേപ്പർ നീക്കുമ്പോൾ കയ്യിൽ ആവി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നീക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ പാകത്തിന് കുക്കായി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കരുത്. ഇതിൻ്റെ മുകളിലുള്ള ഒരു വൈറ്റ് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയാണ് മസാല വെച്ചിട്ടുണ്ടാകും. നമ്മൾ സാധാരണ ഹൈദരാബാദ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് തരിക. നമുക്ക് ഏറ്റവും താഴെ മസാല ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഇതുപോലെ മസാല റൈസ്, പിന്നെ ഏറ്റവും ടോപ്പിലായിട്ടാണ് വൈറ്റ് റൈസ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള അണിയനും അതുപോലെ തന്നെ പുതിനയിലയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്